യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ കലക്ട്രേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സംസ്ഥാന ഭാരവാഹികളടക്കം 10ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റു. കാഞ്ഞങ്ങാട് ആർഡിഒ ഓഫീസിലേക്ക് നടന്ന മാർച്ചിലും സംഘർഷമുണ്ടായി. തിരുവനന്തപുരത്ത് പോലീസ് മേധാവിക്ക് കൃത്രിമ മുടി അയച്ചുകൊടുത്തായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. നൂറുകണക്കിന് പ്രവർത്തകരുമായി എത്തിയ മാർച്ച് കളക്ടറേറ്റിന് മുൻപേ പോലീസ് തടഞ്ഞു. തുടർന്ന് രമ്യ ഹരിദാസ് എം പി ഉദ്ഘാടനം ചെയ്തു പ്രസംഗം തീരും മുൻപേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിയിടാൻ ശ്രമം ആരംഭിച്ചു. പ്രതിരോധിച്ചു നിന്ന പോലീസ് ഒടുവിൽ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരാവട്ടെ ചെറുത്തുനിന്നു. കല്ലെറിഞ്ഞും കൊടികെട്ടിയ വടിയെറിഞ്ഞും പലതരത്തിൽ യൂത്ത് കോൺഗ്രസുകാർ പ്രകോപനം സൃഷ്ടിച്ചെങ്കിലും പോലീസ് സംയമനം പാലിച്ചു. ഒടുവിൽ ഊരിയെടുത്ത ബാരിക്കേഡ് പോലീസിന് നേരെ എറിഞ്ഞു. ഈ സമയം പോലീസ് വലയത്തിലേക്ക് വന്ന ജില്ലാ പ്രസിഡന്റ് MP പ്രവീണിനെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിച്ചു. പിന്നെയും പ്രവർത്തകർ പ്രകോപിതരായെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി. പരിക്ക് പറ്റിയ സംസ്ഥാന ജില്ലാ നേതാക്കളെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് ഈ ലാത്തിചാർജിന് വന്നപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളെ ഡിവൈഎഫ്ഐയുടെ ബോർഡ് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെയും കൂട്ടിയാണ് വന്നത്. ഞങ്ങളുടെ പ്രവർത്തകരെ കിരാതമായി മർദ്ദിച്ച ഈ നടപടി കൊണ്ടൊന്നും കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത നടപടിക്ക് ആ നടപടി ന്യായീകരിക്കാൻ കഴിയും. കാഞ്ഞങ്ങാട് നടന്ന സംഘർഷത്തിൽ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് വനിതാ പ്രവർത്തകരുടെ മുടിയിൽ ചവിട്ടിയതിനെതിരെയായിരുന്നു തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തേക്ക് കൃത്രിമ മുടി പോസ്റ്റൽ ചെയ്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. തിരുവനന്തപുരം, കാസർഗോഡ് ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 ആലപ്പുഴ.